നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. നമ്മൾ റിവ്യൂസും അതുപോലെ പ്രിവ്യൂസും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വേറെ കൈൻഡ് ഓഫ് വീഡിയോ ആണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ലീഗ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുവരെയുള്ള മാച്ചസ് എല്ലാ ടീമിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് പ്ലേയിങ് 11 സെലക്ട് ചെയ്യാണ്. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ബ്രോ ഒരു 11 സെലക്ട് ചെയ്തിട്ടുണ്ട്, ബ്രോ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ 11 ഞാൻ ബ്രോയോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരോ പ്ലേയേഴ്സ് ആയിട്ട് നമ്മൾ പറയും. ഒരുപക്ഷെ ഡിഫറൻസ് ആയിരിക്കും രണ്ടുപേരും പ്ലേയേഴ്സ്. ചിലപ്പോൾ ചില ഓവർലാപ്പിംഗ് ഉണ്ടാവും, സെയിം പ്ലേയേഴ്സിനെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വന്നിരിക്കാം. എന്തായാലും ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓൺ ദ ഗോയിൽ തന്നെ പറഞ്ഞു പോകാനാണ് തീരുമാനം. സോ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോ? ബ്രോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലില്ല. പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനില്ല. ലെറ്റ്സ് സീ ഹൗ ദ 11 ഗോസ്. പറയാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാനുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയിങ് 11 പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒന്ന് താഴെ ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രസകരമായിരിക്കും. എല്ലാവരും അവരവരുടെ പ്ലേയിങ് 11 ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള മാച്ചസ് കഴിഞ്ഞിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു പ്ലേയിങ് 11 ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും അടുത്ത ഓപ്ഷൻ ബ്രോ സ്റ്റാർട്ട് ചെയ്യണം. സോ എന്റെ ഫസ്റ്റ് പേര് ഞാൻ എഴുതിയിരിക്കുന്നത് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി, ദ ഒബിയസ് ചോയ്സ്. കാരണം ബിക്കോസ് അത് ബേസിക് റീസൺ സ്ട്രൈക്ക് റേറ്റ് ആണ്. ഇത്രയും സ്ട്രൈക്ക് റേറ്റ് ഉള്ള വേറൊരു പ്ലെയർ ഇല്ല ഈ ഒരു IPL. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ റൺസും അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 232 ആണ്. അതിൽ 583 റൺസ് അടിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ. എക്സ്പ്ലോസീവ് ഓപ്പണർ. അതാണ് എന്റെ ഫസ്റ്റ് പ്ലെയർ. എൻ്റെ ആദ്യത്തെ പ്ലെയർ വിരാട് കോഹ്ലിയാണ്. 600 റൺസും 164 സ്ട്രൈക്ക് റേറ്റുമായിട്ട് എവർ കൺസിസ്റ്റന്റ് വിരാട് കോഹ്ലിയാണ് എൻ്റെ ഫസ്റ്റ് പ്ലെയർ. ഓക്കെ, ഫൈൻ. റൺസിന്റെ സ്പെസിഫിക് റീസൺസ് എന്തെങ്കിലും? കാരണം ആ ഒരു സ്ലോട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പണേഴ്സ് ഉണ്ട്. വൈഭവ് സൂര്യവംശി ഉണ്ട്, ഇല്ല, രോഹിത് ഏതൊരു ശർമ്മ ഉണ്ട്. ടീമിലായാലും പിന്നെ ഇങ്ങനൊരു പ്ലെയർ എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സെക്കൻഡ് പ്ലെയർ ബ്രോ പറഞ്ഞോ, ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലെയർ എൻ്റെ പറയാം. സെക്കൻഡ് പ്ലെയർ അഭിഷേക് ശർമ്മയാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പെസിഫിക് കോമ്പിനേഷൻ ആവും. റീസൺസ്? ഒരാൾ ഈ പറയുന്ന തൊട്ട് ഹൈ ഇൻറ്റൻറ്റ് കളിക്കുകയും ഒരാൾ അതിന് സപ്പോർട്ടീവായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാലൊട്ട് ഒരു 160 സ്ട്രൈക്ക് റേറ്റ് കളിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രണ്ടുപേരെയും സെലക്ട് ചെയ്തിരുന്നത്. ഒരാൾ 250 സ്ട്രൈക്ക് റേറ്റിലും ഒരാൾ 160 സ്ട്രൈക്ക് റേറ്റിലും. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന കോമ്പിനേഷൻ എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്റെ സെക്കൻഡ് പ്ലെയർ എന്ന് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ശുഭ്മൻ ഗില്ലിനെയാണ്. ഞാനും ഇതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ആദ്യം എഴുതിയത്, വിരാട് കോഹ്ലിന്ന്. ബട്ട് നമ്മൾ വിരാട് കോഹ്ലി എന്ന് പറയുമ്പോഴും രണ്ടുപേരുടെയും പവർ പ്ലേ സ്ട്രൈക്ക് ആസ് എൻ ഓപ്പണർ ആണല്ലോ സെലക്ട് ചെയ്യുന്നത്. സോ രണ്ടുപേരും പവർ പ്ലേ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോഴത്തേക്ക് ശുഭ്മൻ ഗില്ലിന് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ റൺസും എല്ലാം മൊത്തത്തിലെല്ലാം കൂടുതലുണ്ട്. പ്രത്യേകിച്ചും പവർ പ്ലേ സ്ട്രൈക്ക് റേറ്റ് കൂടുതലുള്ളപ്പോൾ മൊത്തത്തിൽ നമ്മൾ ശുഭ്മൻ ഗില്ലിനെ അങ്ങനെ അത്ര താല്പര്യമുള്ള ഒരാളല്ലെങ്കിൽ പോലും ഡിസർവിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉള്ളപ്പോൾ അത് ആഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. സോ മൈ ഓപ്പണേഴ്സ് ആർ സൂര്യവംശി ആൻഡ് ശുഭ്മൻ ഗിൽ. അടുത്ത പ്ലെയറിന്റെ പേര് ഞാൻ പറയാം. എന്റെ നമ്പർ 3, ഞാൻ ഒരു റൈറ്റ് ഹാൻഡറിനെ ആഡ് ചെയ്ത് ശുഭ്മാൻ ഗില്ലിനെ ആഡ് ചെയ്തതിന്റെ റീസൺ നമ്പർ 3 എന്റെ ഇഷാൻ കിഷൻ ആയതുകൊണ്ടാണ്, ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ്. സോ എന്റെ നമ്പർ 3 ഇഷാൻ കിഷൻ ആണ്. 569 റൺസ്, ആവറേജ് 40, 178 സ്ട്രൈക്ക് റേറ്റ്. അതുപോലെ തന്നെ അടിപൊളി ഇന്നിങ്സുകൾ, ചില മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ കുറെ കളിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് മൈ നമ്പർ 3. എൻ്റെ നമ്പർ 3 പ്ലെയർ എന്ന് പറയുന്നത് ദേവദത്ത് പടിക്കലാണ്. ഈ പറയുന്ന പോലെ ഈ ടൂർണമെൻറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസും ഈ പുള്ളിയുടെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസും വിത്ത് ആൻ ഇംപ്രസീവ് സ്ട്രൈക്ക് റേറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ആവറേജിങ് 35 വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 170 എന്നുള്ള രീതിയിലും 465 റൺ എടുത്തുകൊണ്ടും ഈ ഫസ്റ്റിലെ തന്നെ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്നുള്ളത് കൊണ്ടും ദേവദത്ത് പടിക്കൽ എന്നുള്ള രീതിയിലാണ് ഞാൻ മൂന്നാമത്തെ എൻ്റെ വൺ ഡൗൺ പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, നമ്പർ 4 എൻ്റെ ബ്രോയെ നമ്പർ പറഞ്ഞു. നമ്പർ 4. എൻ്റെ നമ്പർ 4 വരുന്നത് ഒബ്വിയസ്ലി രജത് പട്ടിദാർ, ക്യാപ്റ്റൻ. അത് വിട്ടൊരു കളിയില്ല. ഓക്കെ, റീസൺ ക്യാപ്റ്റൻ ആൻഡ് നമ്പർ 4 ബ്രോയുടെ രജത് പട്ടിദർ ആണ്. ഒന്ന് എന്റെ ആ നമ്പർ 4 പുള്ളിയുടെ ക്യാപ്റ്റൻസി എന്നുള്ളത് പറഞ്ഞു. കൊണ്ടും, രണ്ട് ഈ പറഞ്ഞിട്ടൊരു പ്രഷർ സിറ്റുവേഷൻ അറ്റ് ദ സെയിം ടൈം ഹൈ ഇൻറ്റൻറ്റിൽ ഇപ്പോൾ 10 ബോൾ 40 അല്ലെ 10 ബോൾ 30 എന്നുള്ള രീതിയിൽ കളിക്കാനും പറ്റും. ആ ഒരു ടെമ്പോ സെറ്റ് ചെയ്യാനും വിത്ത് ആൻഡ് ക്യാപ്റ്റൻസി എന്നുള്ള രീതിയിലുമാണ് ഞാൻ രജത് പട്ടിദാറിനെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എന്റെ നമ്പർ 4 ക്ലാസൻ ആണ്. ഒബിയസ്ലി ഫോർ ഒബിയസ് റീസൺസ്. 606 റൺസ്, ആവറേജ് 50 ആണ്, 189 സ്ട്രൈക്ക് റേറ്റ് ആൻഡ് ഒരുപാട് ഇന്നിങ്സുകൾ ഈ സീസണിൽ SRHന് വേണ്ടിയിട്ട് മാച്ച് വിന്നിങ് ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്. പിന്നെ സ്പിൻ ബാഷർ സിംഗിൾ ഹാൻഡഡ്ലി കളി ജയിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്പർ 4 ക്ലാസ്സിനെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് പ്ലെയറിലേക്ക് പോകാം. എന്റെ നമ്പർ 5 ഇച്ചിരി സ്ട്രേഞ്ച് ആണ്, റിങ്കു സിംഗ് ആണ്. കാരണം എന്റെ നമ്പർ 5 എനിക്ക്
ടിം ഡേവിഡ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ റിങ്കു സിംഗിനെ സെലക്ട് ചെയ്ത്, ഞാൻ ക്ലാസ്സിനെ ഓൾറെഡി സെലക്ട് ചെയ്ത്, അതുപോലെ തന്നെ എനിക്ക് 1-2 ഓവർസീസ് പ്ലേയേഴ്സിന് 4 പേരെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അവിടെ ടിം ഡേവിഡിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ റിങ്കു സിംഗിനെ സെലക്ട് ചെയ്തതാണ്. സോ 295 റൺസ്, ഹയസ്റ്റ് സ്കോർ 83 ആണ്, ആവറേജ് 59 ഉണ്ട്, സ്ട്രൈക്ക് റേറ്റ് കുറച്ച് കുറവാണ്. പക്ഷെ എങ്കിലും ഞാൻ റിങ്കു സിംഗിനെ ആ ഒരു പൊസിഷനിൽ ട്രസ്റ്റ് ചെയ്യുന്നു. നമ്പർ ഞാൻ 5. അവിടെ എടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ടിം ഡേവിഡാണ്. ഈ പറഞ്ഞോട്ട് 35 ആവറേജും അതേകൂട്ട് തന്നെ 193 സൂപ്പർ സ്ട്രൈക്കർ കോൺടാക്ട്സിൽ ഉള്ളത് കൊണ്ടും ടിം ഡേവിഡ് എന്നുള്ള രീതിയിലാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ഫോറിൻ സ്ലോട്ടായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ 6. എൻ്റെ നമ്പർ 6 ആണ് റിങ്കു സിംഗ്. ഓക്കെ, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ഫിനിഷർ, അപ്പം അലോങ് വിത്ത് ടിം ഡേവിഡ് ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ വരും. പിന്നെ ഈ പറയുന്നോട്ട് ഈ ഇന്നത്തെ റീസെൻ്റ്ലി ഉള്ള കൊൽക്കത്തയുടെ പെർഫോമൻസിനകത്തിൽ വിന്നിങ് കോൺട്രിബ്യൂഷൻസ് റിങ്കു സിംഗിൻ്റെ വളരെ കൂടുതലാണെന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ റിങ്കു സിംഗിനെ എൻ്റെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയത്. ഓക്കെ. എൻ്റെ നമ്പർ 6 നിതീഷ് കുമാർ റെഡ്ഡിയാണ്. സോ ഹാൻഡി ആയിട്ട് 1-2 ഓവേഴ്സ് എറിയാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ കാണിച്ചേക്കുന്ന ഇൻറ്റന്റ് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. 264 റൺസ് ഉണ്ട്, ആവറേജ് 29 ആണ്, 169 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. സോ അവർ നമ്പർ 6-ൽ, അസാർജ് നമ്പർ 5-ലാണ് കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ 6-ൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം 1-2 ഓവേഴ്സും കൂടെ തരുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ നമ്പർ 7 ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പേരാണ് വരുന്നത്. ഞാൻ ഒരുപാട് നമ്പർ 7 നോക്കി, പക്ഷെ എനിക്ക് ഓവർസീസ് പ്ലേയേഴ്സിനൊക്കെ മറ്റു ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ നമ്പർ 7 അസുതോഷ് ശർമ്മയാണ്, ഡൽഹിയിൽ. പ്യുവർലി ബിക്കോസ് ഓഫ് കുറച്ച് മാച്ചസ് കളിച്ചിട്ടുള്ളൂ, 8 കളിയെ കളിച്ചിട്ടുള്ളൂ. സോ ഫിനിഷിംഗ് എബിലിറ്റിയുടെ ഒരു കാരണം കൊണ്ടാണ്. 171 റൺസ്, 34 ആണ് ആവറേജ്, ആൻഡ് ആൻ ഇംപ്രസീവ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 181. പ്രോയുടെ നമ്പർ 7? എൻ്റെ നമ്പർ 7 കൃണാൽ പാണ്ഡ്യയാണ്, ദ ക്ലച്ച് പ്ലെയർ. അതായത് എൻ്റെ ബാറ്റിങ്ങിനെയും എൻ്റെ ബോളിങ്ങിനെയും ഇനിയും താഴോട്ടുള്ള ബോളിങ്ങിനെയും കണക്ട് ചെയ്യുന്ന ഒരു ചെയിൻ പ്ലെയർ ആയിട്ടും, ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കൊളാപ്സ് ഇനിഷ്യലി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് മാനേജ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇറക്കി വിടാനും, പിന്നെ ഈ പറയുന്ന പോലെ ഇറക്കി വിട്ടാൽ തന്നെയും ആ ഒരു 150 160 സ്ട്രൈക്ക് റേറ്റിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും, അലോങ് വിത്ത് ദ ബോൾ എനിക്ക് ഹെവിലി ഹാൻഡി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും കൃണാൽ പാണ്ഡ്യ എന്നുള്ള രീതിയിലാണ് എൻ്റെ നമ്പർ 7 പോകുന്നത്. എൻ്റെ നമ്പർ 8 വരുന്നത് ജെയ്സൺ ഹോൾഡറാണ്, അലോങ് വിത്ത് ദ ബാറ്റ് ആൻഡ് ബോൾ. പിന്നെ അതേ കൂട്ട് തന്നെ ഒരു എക്സ്ട്രാ ഫയർ പവർ ഡൗൺ ദ ബോട്ടം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഹോൾഡറിനെ എടുത്തിരിക്കുന്നത്. ഹോൾഡർ എന്താണ് ബോൾ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ്. സോ ഐ ഗോ വിത്ത് ഹോൾഡർ ആസ് മൈ സെക്കൻഡ് ഓവർസീസ് പ്ലെയർ. എൻ്റെ സെയിം തന്നെയാണ്. ഇത് നിങ്ങൾ വ്യൂവേഴ്സ് ശ്രദ്ധിക്കണം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. എൻ്റെ നമ്പർ 8 ഹോൾഡർ തന്നെയാണ്. ഫോർ ഒബിയസ് റീസൺസ്. മിഡിൽ ഓവേഴ്സിലുള്ള പുള്ളിയുടെ ഇമ്പാക്ട് വെറും 9 കളിയിൽ നിന്ന് 15 വിക്കറ്റ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പുള്ളിയുടെ എക്കോണമി എന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവ് ആണ് ഈ ഒരു സീസണിൽ. സോ ദാറ്റ്സ് എ റീസൺ ഞാൻ നമ്പർ 8 ജെയ്സൺ ഹോൾഡറിനെ സെലക്ട് ചെയ്യാനായിട്ട്. എൻ്റെ നമ്പർ 9 എന്ന് പറയുന്നത് റാഷിദ് ഖാൻ ആണ്. സോ ഒബിയസ്ലി ഒരു സ്പിന്നറിനെ ആഡ് ചെയ്യണം. സോ അവിടെ ഒരു ഓവർസീസ് ഇന്ത്യൻ സ്പിന്നേഴ്സ് ഒന്ന് നോക്കുമ്പോൾ അത്ര ഇമ്പ്രസീവ് ആയിട്ട് എനിക്ക് ആരെയും തോന്നിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഓവർസീസ് പ്ലെയറിനെ അവിടെ ഉറപ്പായിട്ടും റാഷിദ് ഖാനെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് നമ്പർ 9-ൽ ഹി ക്യാൻ ബാറ്റ് ഓൾസോ. പിന്നെ പണ്ടത്തെ ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ളതുപോലെയല്ല, ഈ സീസണിൽ ഒത്തിരി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റാഷിദ് ഖാനെ കാണാനായിട്ട് പറ്റിയതുകൊണ്ട് നമ്പർ 9 ഈസ് റാഷിദ് ഖാൻ. ഇവിടെ നമ്പർ 9? ഞാൻ നമ്പർ 9 എടുത്തിരിക്കുന്നത് ഒരു സ്പിന്നറിനെ തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് സുനിൽ നാരായണയാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന പോലെ തന്നെ ബാറ്റ് കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റും അറ്റ് ദ സെയിം ടൈം തന്നെ ബൗളിങ്ങിൽ ഈ വർഷം കാഴ്ചവെച്ച മികവുമാണ്. ഈ പറയുന്നോട്ട് എവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ വളരെ എക്കോണമിക്കലായിട്ട് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ തവണത്തെ എക്കോണമി എന്ന് പറയുന്നത് വെറും 6.65 ആണ്. അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി 15 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്കോണമിയിൽ ഡെലിവറി ചെയ്യുന്ന വേറൊരു ബോളർ ഇല്ല സ്പിന്നേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സുനിൽ നാരായൺ എന്നുള്ള രീതിയിൽ പോയത്. സുനിൽ നാരായണാണ് എൻ്റെ 3ാമത്തെ ഫോറിൻ സ്ലോട്ട് കൈയടക്കിയിരിക്കുന്നത്. ഓക്കെ, അവിടെ ശരിക്കും ഞാനും സുനിൽ നാരായണനെ അവിടെ നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് സുനിൽ നാരായണനെ ഓപ്പൺ ചെയ്യിക്കാൻ പറ്റത്തില്ല, ഫോർ ഒബിയസ് റീസൺസ്. അപ്പോൾ താഴത്തെ ആസ് എ ഫിനിഷർ എനിക്ക് സുനിൽ നാരായണനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് റാഷിദ് ഖാനിലേക്ക് പോയതും. ആൻഡ് നമ്പർ ഓഫ് വിക്കറ്റ്സ് നോക്കുമ്പോഴും റാഷിദ് ഖാൻ മുകളിലായിരുന്നു. സോ ബ്രോയുടെ അടുത്ത 10 ആരാണ്? എൻ്റെ നമ്പർ 10 വരുന്നത് ആർച്ചറാണ്. ബോൾ കൊണ്ടും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ബാറ്റ് കൊണ്ടും പുള്ളി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ 4ാമത്തെ ഫോറിൻ സ്ലോട്ട് എടുത്തിരിക്കുന്നത് ജോഫ്ര ആർച്ചറാണ്. തീർച്ചയായിട്ടും എൻ്റെയും സെയിം തന്നെയാണ്.
ഇതും കോയിൻസിഡൻസ് തന്നെ ആയിരിക്കും. മീൻസ് ഒബ്വിയസ് ഓപ്ഷൻസ് ആണ്. ഇനിയുള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഒരുപക്ഷെ ചിലപ്പോൾ സെയിം തന്നെ ആയിരിക്കും. എന്റെ നമ്പർ 10 ആർച്ചറാണ്. ഇതുപോലെ തന്നെ ഈ ക്യാൻ ബാറ്റ് ഓൾസോ. അതുപോലെ തന്നെ അപ്പ് ഫ്രണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ. ആൻഡ് ഓൾസോ ഇതിനകത്തൊരു വേറെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഹേസൽവുഡ് ഒക്കെയാണ്. അപ്പൊ അവർക്കൊക്കെ ഈ ഡെത്ത് ഓവർ കുറച്ചും കൂടെ ആർച്ചർ നന്നായിട്ട് ഈ ഒരു സീസണിൽ എറിഞ്ഞതായിട്ട് തോന്നി. സോ അതുകൊണ്ട് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഹി ക്യാൻ ബാറ്റ്. സോ അതാണ് ആർച്ചർ സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ. എന്റെ അടുത്ത 11 എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഓബിയസ് പേരാണ് ഭുവനേശ്വർ കുമാർ. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ബ്രോയും അത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, എൻ്റെ ആ സ്ലോട്ടിലേക്ക് നോക്കിയിരുന്ന രണ്ട് പ്ലെയറാണ്. ഇപ്പം ഞാൻ ഈ ആർച്ചറിനെ എടുത്തെങ്കിൽ പോലും ഈ ആർച്ചറിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ ആർച്ചർ ഓർ റബാഡ ഓർ മിച്ചൽ സ്റ്റാർക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ആ മൂന്ന് പേരെയും അവിടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആർച്ചർ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റബാഡ ആണെങ്കിലും ആർച്ചർ ആണെന്നുണ്ടെങ്കിൽ പവർ പ്ലേ വിക്കറ്റ് എടുക്കും. പക്ഷേ റബാഡയെക്കാട്ടിൽ കൂടുതലും ഒരു ഡെപ്തിലേക്ക് വരുമ്പം എനിക്ക് ആർച്ചർ ഇച്ചിരി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ സുനിൽ നാരായൺ വേണമെങ്കിൽ ഓപ്പണിംഗ് ആയിട്ട് ഒന്നോ രണ്ടോ ഓവർ എറിയാം. അതേകൂട്ട് തന്നെ എൻ്റെ 11ാമത്തെ ആൾ ഭുവനേശ്വർ കുമാർ ഇനിഷ്യലി ബോൾ ചെയ്യും. അപ്പോൾ ആർച്ചർ ഭുവനേശ്വർ കുമാർ ന്യൂ ബോൾ ഓപ്പറേഷൻ 4 ഓവർ, അതിനുശേഷം നരയൻ ഹോൾഡർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. ഭുവനേശ്വർ കുമാർ ഒബ്വിയസ്ലി ലൈക്ക് എക്കോണമിക്കലായിട്ട് ഇത്രയും വിക്കറ്റ് എടുത്ത ഒരു ലീഡിങ് പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ എന്നുള്ള രീതിയിലാണ് സുനിൽ നാരായൺ എടുത്തിരിക്കുന്നത്. അതേകൂട്ട് തന്നെ എൻ്റെ ഇമ്പാക്ട് സബായിട്ട് വരിക പ്രിൻസ് യാദവ് ആണ്. എന്റെ ഇമ്പാക്ട് സബായിട്ട് വരുന്നത് ഷക്കീബ് ഹസനാണ് SRHന്റെ. മോസ്റ്റ്ലി ബിക്കോസ് ആ മിഡിൽ ഓവേഴ്സ് എറിയാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഓൾറെഡി എനിക്ക് പവർ പ്ലേയിൽ എറിയാനുള്ള ഒരു ബോളേഴ്സ് ഉണ്ട്. ഇപ്പോൾ മിഡിൽ ഓവേഴ്സിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് ഹോൾഡറിന്റെ കൂടെ എറിയാനായിട്ട് ഒരു ബോളറിനെയാണ് വേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ ഷക്കീബ് ഹസൻ. ആൻഡ് ഹി ഈസ് ഇംപ്രസീവ് വിത്ത് ദ വേരിയേഷൻസ്. സോ അതാണ് എന്റെ ഒരു പ്ലേയിങ് ലോൺ. നമുക്ക് പ്ലേയിങ് ലോൺ ഒന്ന് മൊത്തത്തിൽ വായിക്കണം. പിന്നെന്താ, ഓക്കെ, ബ്രോ വായിച്ചോ. ബ്രോഡ് പ്ലേയിങ് എൻ്റെ പ്ലേയിങ് 11-ൽ 4 ഫാസ്റ്റ് ബോളേഴ്സാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഭുവനേശ്വർ കുമാർ എലോങ് വിത്ത് ആർച്ചർ എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ അടുത്ത 2 ഫാസ്റ്റ് ബോളേഴ്സ് വരുന്നത് ജെയ്സൺ ഹോൾഡർ എലോങ് വിത്ത് പ്രിൻസ് യാദവ് മിഡിൽ ഓവേഴ്സ് എന്നുള്ള രീതിയിലും. സ്പിന്നേഴ്സായിട്ട് 2 പേര് എവർ കൺസിസ്റ്റൻറ്റ് സുനിൽ നാരായണും എവർ കൺസിസ്റ്റൻറ്റ് കൃണാൽ പാണ്ഡ്യ എന്നുള്ള രീതിയിലാണ് എൻ്റെ സ്പിന്നേഴ്സ് വരുന്നത്. എൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് വരുന്നത് വിരാട് കോഹ്ലി, അഭിഷേക് ശർമ്മ, ലൈക്ക് ഒരു ഐസ് എലോങ് വിത്ത് ദ ഫയർ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വന്നത്. പിന്നെ മിഡിൽ ഓർഡർ വരുന്നത് ദേവദത്ത് പടിക്കലും രജത് പടിദാറും ടിം ഡേവിഡും. കാരണം ഈ വർഷത്തെ ടൂർണമെൻറ്റിൽ എവർ കൺസിസ്റ്റൻ്റ് ആയിട്ടും അത് ഈ ഇനീഷ്യൽ 10 ബോൾസ് ഫേസ് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രൈക്ക് റേറ്റ് നോക്കിയിട്ടാണ് അവരെ 3 പേരെയും ടീമിലോട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഫിനിഷർ അലോങ് വിത്ത് ടിം ഡേവിഡ് എന്നുള്ളത് കൊണ്ടാണ് റിങ്കു സിംഗ് എന്ന് വരുന്നത്. അപ്പോൾ എനിക്കൊരു ഫിനിഷിംഗ് സ്ഥാനത്തേക്ക് 3 പ്ലേയേഴ്സ് ഉണ്ട്. ടിം ഡേവിഡ്, റിങ്കു സിംഗ്, ഹോൾഡർ എന്നുള്ള രീതിയിലും എനിക്ക് ഉപയോഗപ്പെടുത്താം. അതേകൂട്ട് തന്നെ ഇൻ കേസ് ഒരു ഇനിഷ്യലി കൊളാപ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൃണാൽ പാണ്ഡ്യ അപ്രണ്ട് ഇറക്കി വിടാം എന്നുള്ള രീതിയിലും ആ ടീമിനെ ഉപയോഗപ്പെടുത്താം. ഓക്കെ, എന്റെ ടീം സൂര്യവംശി ആൻഡ് ശുഭ്മൻ ഗിൽ ഫോർ ഓൾറെഡി ഞാൻ പറഞ്ഞ റീസൺസ്. നമ്പേഴ്സിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്പർ 3 ഇഷാൻ കിഷൻ വിത്ത് മാച്ച് വിന്നിങ്, അതായത് ഇന്നിങ്സ് എടുത്തുകൊണ്ട് പോകാനുള്ള കേപ്പബിലിറ്റി ആൻഡ് ക്ലാസൻ. സ്പിന്നിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. ഈ ഒരു സീസണിൽ ഫാസ്റ്റ് ബോളേഴ്സിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒബിയസ്ലി റിങ്കു സിംഗ്. നെക്സ്റ്റ് നിതീഷ് കുമാർ റെഡ്ഡി, ആ ഒരു ഇന്റന്റ്, ആ ഒരു ആസ് എ ഫിനിഷർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അശുതോഷ് ശർമ്മ, ആ ഒരു ഓപ്ഷനിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഫിനിഷറായിട്ട് എനിക്ക് ആ ഒരു പേര് മാത്രമേ കിട്ടുള്ളൂ. ബിക്കോസ് ഇതാണ് റീസൺ. അതായത് ഓഫ് സീസൺ എനിക്ക് മറ്റ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട്. ആൻഡ് നമ്പർ 8 ജേസൺ ഹോൾഡർ, റാഷിദ് ഖാൻ ആർച്ചർ, ഭുവി ആൻഡ് ഷക്കീബ് ഹസൻ. എന്റെ പവർ പ്ലേ എറിയുന്നത് ബ്രോഡ് തന്നെയാണ്, ഭുവി ആൻഡ് ആർച്ചർ. മിഡ് ഓവേഴ്സ് എറിയുന്നത് ജേസൺ ഹോൾഡർ ആൻഡ് ഷക്കീബ് ആയിരിക്കും. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ റാഷിദ് ഖാൻ ഉണ്ട്. അതാണ് എന്റെ ഒരു പ്ലേയിങ് ലോൺ. സോ അപ്പൊ നമുക്ക് എന്താണ് ഇനി പ്രേക്ഷകരിലേക്ക് വിടാം, വ്യൂവേഴ്സിലേക്ക് വിടാം. ഈ 2 പ്ലേയിങ് ലോണും നിങ്ങൾ തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്ലേയിങ് ലോൺ തീർച്ചയായിട്ടും പറയാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും തീർച്ചയായിട്ടും. നമ്മളൊരു കമന്റ് സെക്ഷനിൽ നല്ല രീതിയിൽ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്ലേയിങ് ലോൺ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള മത്സരത്തിന്റെ പ്ലേയിങ് ലോൺ അങ്ങനെ തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അത് ഓരോരുത്തരും പെർസ്പെക്റ്റീവ് അറിയാമല്ലോ. ഈ പേരിൽ ഇതിലൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ പേരുകൾ തീർച്ചയായിട്ടും വരും, അതിന്റെ റീസൺസ് വരും. സോ അതൊക്കെ ആ ഒരു ഇത് രസകരമായിരിക്കും. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ ബ്രോ? എല്ലാവരും അതേ കൂട്ട് തന്നെ അവരവരുടേതായിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതേ കൂട്ട് തന്നെ ഇതിനകത്തിൽ നമ്മൾ ഒരാളെ മാറ്റി വേറെ ആരെങ്കിലും ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിലും അതേ കൂട്ട് തന്നെ ഇതിനകത്തിൽ ഏത് 6-11 ആണ് ലുക്ക് സോ സ്കെയറി എന്നുള്ളതും നിങ്ങളുടെ പോസ്പെക്റ്റീവും എല്ലാം കമൻ്റായിട്ട് തന്നെ ഇടുക. വി ക്യാൻ ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ ഓൺ ഇറ്റ്. തീർച്ചയായിട്ടും ഹെൽത്തി ഒരു ഡിസ്കഷൻ. അതുപോലെ തന്നെ വേറെ മറ്റേ നമ്മൾ ഇതിന്റെ കോണ്ടസ്റ്റിന്റെ കാര്യം പറയണോ?
ഈ ഒരു വീഡിയോയിൽ പിന്നെ 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 ചിലപ്പോ അല്ല ഇത് ചിലപ്പോ ഈ ഫൈനൽ കഴിഞ്ഞിട്ട് ഇത് റിലവൻസ് ഉണ്ടാവുന്നുള്ള ഇതുകൊണ്ടാണ്. എന്തായാലും നമുക്കൊന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മളൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. 3 മത്സരങ്ങളാണ് ആ കോൺടെസ്റ്റിലുള്ളത്. ഒന്ന് ഈ SRH വേഴ്സസ് RR, അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിഫയർ, അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ. ഈ 3 മാച്ചിലും നമ്മുടെ പ്രിവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് കമന്റ് സെക്ഷനിൽ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. വിന്നേഴ്സിന് നമ്മൾ വിരാട് കോഹ്ലിയുടെ ബ്രാൻഡായിട്ട് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അത് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 180 എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഷൂസ് ആണ് നമ്മൾ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രിവ്യൂല് തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ പറയുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒന്നിലധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രോയിങ് കൂടെ നടത്തിയിട്ടായിരിക്കും ഒരു വിന്നറിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ 11 ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ലൈവ് വരുന്നുണ്ട് എല്ലാം. ഇനിയുള്ള മാച്ചസിലെല്ലാം ലൈവ് 1 അവർ നമ്മൾ മാച്ച് തുടങ്ങുമ്പോൾ ലൈവ് ഉണ്ട്. അത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി ലൈവ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമന്റ് ഇടാനും ഒരു ലൈക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ അരുൺ ബ്രോ ആയിട്ട് ഒത്തുകൂടാം.